ഹൈ ഗേസ് വെൽക്കം ബാക്ക്. സോ ഡേറ്റ് ഏപ്രിൽ 13. അപ്പോൾ ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ പൊസിഷൻ ഇവിടെ ആഡ് ചെയ്യാം. നിഫ്റ്റി കോൾ ഓപ്ഷനിലാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സോ ആദ്യം ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വ്യൂ എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുത്തതെന്ന് പറയാം. 1040 ക്വാണ്ടിറ്റി ആണ് ഞാൻ ഇവിടെ ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. നിഫ്റ്റി എക്സ്പയറി ആണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത് പ്യൂർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരെയും നിർബന്ധിച്ചിട്ട് എഫാനോ ട്രേഡിംഗ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, ജസ്റ്റ് പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. ഇനീഷ്യലി എനിക്കൊരു ബേരിഷ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ മാർക്കറ്റിൻ്റെ ഇനീഷ്യൽ പ്രൈസ് ആക്ഷൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ 3 ദിവസം ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഡ്രോ ചെയ്ത ഈ ഒരു റേഞ്ച് റൈറ്റ്. അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പിന്നെ തിരിച്ച് ആ റേഞ്ചിൻ്റെ മുകളിലോട്ട് വന്നു. റിക്കവറി എന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു സ്ട്രെങ്തും ഇനീഷ്യൽ സ്ട്രെങ്തും കാണുന്നുണ്ട്. ഞാൻ ചാർട്ട് ഒന്ന് വലുതാക്കിയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് 3 ഡേയ്സിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾസോ സെയിം ആണ്. നിഫ്റ്റിയിലെ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ വലിയൊരു വൈഡ് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വൈഡ് റേഞ്ചിൻ്റെ ഒരു പ്രത്യേകത നോർമലി നിങ്ങൾ എത്ര പഴയ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, അപ്പോൾ ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റേഞ്ചിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് സെല്ലിംഗ് നടന്നു, ദെൻ ബോട്ടം ലെവലിൽ നിന്ന് ബൈയിങ് നടന്നു, അഗെയിൻ ടോപ്പ് ലെവലെത്തി, പിന്നെ താഴെ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നടത്തി നോർമലി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ തിരിച്ച് താഴോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് അങ്ങനെയല്ല. മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്തു, മാർക്കറ്റ് തിരിച്ച് ഒരു ഹയർ ഹൈ ഫോർമേഷൻ നടത്തി അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. ഈ നെഗറ്റീവ് ന്യൂസ്, ട്രംപ്, വാർ ഇഷ്യൂകളാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതുപോലുള്ള ഒരു ബിഗ് ഗ്യാപ്പ് ഡൗൺ വരുന്ന സമയത്ത് അവർ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടി നോക്കും. ഞാനും ആദ്യം സെല്ലിംഗ് ആണ് നോക്കിയിരുന്നത്, പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഓരോ പുൾ ബാക്ക് വരുന്ന സമയത്ത് അവർ സെല്ലിംഗ് എൻട്രി എടുക്കും, അവിടെ എസ് എൽ ഹിറ്റ് ചെയ്യും, അഗെയിൻ സെല്ലിംഗ് എൻട്രി എടുക്കും, എസ് എൽ ഹിറ്റ് ചെയ്യും. അങ്ങനെ അഗെയിൻ സെല്ലേഴ്സിനെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കും മാർക്കറ്റ് റൈറ്റ്. അപ്പം ഓരോ സെല്ലേഴ്സും ഇവിടെ വരുന്ന സമയത്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടായിരിക്കും. മാർക്കറ്റ് അതായത് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിരിക്കും, ഈ ഒരു ഏരിയയിലായിരിക്കും. അവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്, ഒരുപാട് എസ് എൽ ഉണ്ട്. അപ്പം മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും നോർമലി മൂവ്മെൻറ്റ് ചെയ്യുക. മൂവ്മെൻറ്റ് ചെയ്യാനുള്ള റീസൺ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പം അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് റൈറ്റ്, പിന്നെ ആ ഒരു റേഞ്ചിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇനീഷ്യൽ പ്രൈസ് ആക്ഷൻ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അവിടെ യാതൊരു രീതിയിലുള്ള വീക്ക്നെസ്സും കാണുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് കോൾ ഓപ്ഷനിലൊരു ട്രേഡ് ഞാൻ എടുത്തിരുന്നത്. ഞാൻ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വ്യൂ ബുള്ളിഷായി, അതിനനുസരിച്ച് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പം എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം റൈറ്റ്. പൊസിഷൻ നോക്കുവാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. വലിയ മൂവ്മെൻറ്റ് മീൻസ് എക്സ്പയറി ആണ്. അപ്പം പ്രീമിയത്തിലൊരു സ്പൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അവിടെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു ചാർട്ട് നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി സെല്ലേഴ്സിനെയാണ് കൂടുതലും മാർക്കറ്റ് അട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്നത് റൈറ്റ്. ഇപ്പം ഡേ ഹൈ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഒരുപാട് റെസിസ്റ്റൻസ് ലെവൽസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സ് വിചാരിക്കുന്നത് യെസ് മാർക്കറ്റ് പുൾ ബാക്ക് നടന്നിട്ടുണ്ട് എന്നെങ്കിൽ ഇവിടെ സെൽ എൻട്രി എടുക്കാം, സെൽ എൻട്രി എടുക്കും, പുൾ ബാക്ക് നടന്നിട്ടുണ്ട് സെൽ എൻട്രി എടുക്കാം, നെഗറ്റീവ് ന്യൂസ് ഉണ്ടല്ലോ മാർക്കറ്റിൽ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അവർ ട്രേഡ് എടുക്കും. പക്ഷേ മാർക്കറ്റ് അവരൊക്കെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഈ ട്രേഡിൽ കറക്റ്റ് ആവണമെന്നല്ല പറഞ്ഞത്, സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് ഉള്ളത്, നമുക്ക് ട്രേഡിംഗ് മാസ്റ്ററിയുടെ 21ാമത്തെ ബാച്ച് ഏപ്രിൽ അടുത്ത വീക്ക്, ഈ ഒരു വീക്ക് ഏപ്രിൽ 17 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 21ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 17-നാണ്. 16-ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, 17-നാണ്. ഓൾറെഡി കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 4 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കാം, ഓരോ ദിവസവും 1 അവർ ക്ലാസ്. എല്ലാ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് വീഡിയോസ് അവൈലബിൾ ആണ്. ട്രേഡിംഗ് വ്യൂ പ്രീമിയം ടൂൾസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ലൈഫ് ടൈം ആക്സസ് ആണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ്. ഓൾറെഡി കുറച്ച് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ബാച്ച് ഫുൾ ആവുന്ന സമയത്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാം, ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ആ ഒരു ട്രേഡിൽ ഫൈനലി നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ നിഫ്റ്റി തന്നിട്ടുണ്ട്. നല്ലൊരു മൊമെൻറ്റം
പ്രീമിയത്തിൽ നല്ലൊരു സ്പൈക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയത്തിൻ്റെ ഹൈ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റും. ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇൻ കേസ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ടാർഗറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അധികം ഗ്രീഡി ആകുന്നില്ല. എങ്ങനെയാണ് ഇവിടെ നടക്കുന്ന മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സോ അപ്ഡേറ്റ് ചെയ്യാം. നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് തന്നിരിക്കുന്നത്. യെസ്, ഫൈനലി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന്. റൈറ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ SL ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫർദർ അപ്പ് മുകളിലോട്ട് തന്നെയാണ് പോകാൻ നോക്കുന്നത്. 50+ പോയിന്റ് പ്രോഫിറ്റ് ആണ്. സോ ഓൾമോസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഇമോഷൻസ്, എസ്പെഷ്യലി ഗ്രീഡ്, അത്യാഗ്രഹമൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കും ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപേ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുകയാണ്. റൈറ്റ്, അപ്പോൾ നല്ലൊരു ട്രേഡാണ്. ഇവിടെ ഞാൻ എൻ്റെ ഡിസിപ്ലിൻ കൂടി ഉണ്ട്. നമ്മൾ ട്രേഡ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. വളരെ ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ ഞാൻ നിയർലി ഒരു 54 പോയിന്റ് അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഡൺ ഫോർ ദ ഡേ. നല്ലൊരു ട്രേഡായിരുന്നു. റൈറ്റ്, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസും അല്ലാതെ നമ്മളിപ്പം ഡിസിപ്ലിൻ കൂടിയുണ്ട്. ഞാൻ എങ്ങനെയാണ് ആ ഒരു ട്രേഡ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്, മാനേജ് ചെയ്ത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്, അപ്പോൾ എൻട്രി എടുത്തത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് പുൾ ബാക്കിൽ, ദെൻ ആ ഒരു മൊമെൻറ്റം അവിടെ ക്യാപ്ചർ ചെയ്തു. സോ ഫോർ ദ ഡേ മേ ബി ആ ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്താം. സോ ബൈ ബൈ, താങ്ക് യു.